ഈശോയേ 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 ഈശോയേ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. രണ്ട് കൊരിന്ത്യസ് 3:18. ബൈബിൾ എടുക്കാം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ? ഒരു മാറ്റം അല്ലേ? രൂപാന്തരീകരണം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മാറ്റം എന്നാണ്. എന്താണ് ഈ മാറ്റം? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നതിനെയാണ് എന്തെന്ന് പറയും? രൂപാന്തരീകരണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാറ്റത്തെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ത്രേസ്യ ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണം ഏതാണ്? പട്ട് കൈയടിച്ച് നന്ദി പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ട്? ആരെങ്കിലും ഒരാൾ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർക്കുന്ന പോലെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് പട്ടുനൂൽ പുഴു എന്തായിട്ട് മാറുന്നു? ഇത്ര ശലഭമായിട്ട് മാറുന്നു. പട്ടുനൂൽ പുഴു ഇത്ര ശലഭമായി മാറുന്നു. പട്ടുനൂൽ പുഴുവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് അമ്മ ത്രേസ്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇത്രയും ഓർക്കുക. പട്ടുനൂൽ പുഴുവിൻ്റെ അവസ്ഥ എങ്ങനെയുള്ള അവസ്ഥയാണ്? കണ്ടാൽ എടുത്ത് നമുക്ക് മോളെ പുഴുവിനെ ഇങ്ങനെ കണ്ടാൽ നമുക്ക് പട്ടുനൂൽ പുഴുവിനെ കണ്ടിട്ടുണ്ടോ? അയ്യോ പാവം പോട്ടെ. ഒരു പുഴുവിനെ കണ്ടിട്ടില്ലേ? പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കയ്യിലെടുത്ത് എന്ത് ചെയ്യാൻ തോന്നും? കയ്യിലെടുക്കുകയൊന്നുമില്ല, നമ്മളൊരു വടി വെച്ച് ഇങ്ങനെ കോരി എടുത്തിട്ട് തോണ്ടിക്കളയാൻ തോന്നും ഇല്ലേ? കുറച്ചും കൂടി നല്ല കുട്ടികളാണെങ്കിൽ എന്തു ചെയ്യും? തോണ്ടിക്കളയില്ല, അവിടെ ഇട്ട് തന്നെ തല്ലിക്കൊല്ലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി വടിയെടുക്കാനൊന്നും ചില കുട്ടികൾ ഭയങ്കര തിരക്കാണല്ലോ. വടിയെടുക്കാനൊക്കെ തിരക്കുള്ള പിള്ളേരാണെങ്കിൽ എന്തു ചെയ്യും? ചെരുപ്പ് വെച്ച് അപ്പം തന്നെ എന്നിട്ടൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒറ്റ നടപ്പാണ്.
ഹല്ലേലൂയ. അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പുഴുവിനോട് ചെയ്യാറുണ്ട്. അപ്പൊ പക്ഷെ ഈ പുഴു ഒരു ചിത്രശലഭമായി മാറിയാൽ എന്ത് ചെയ്യും? ചിത്രശലഭത്തെ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഈ ചിത്രശലഭത്തിന്റെ പിറകെ നടക്കും, അതിനെ ഒന്ന് പിടിക്കാൻ നോക്കും. ചിത്രശലഭം വന്ന് നമ്മുടെ തോളത്തിരുന്നാൽ നമ്മൾ അതിനെ അനക്കാതെ കൊണ്ട് നടക്കും, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കും. ഇതുപോലെയാണ് മനുഷ്യൻ അവൻ്റെ പാപാവസ്ഥയിൽ, അവൻ്റെ ചെളിയുള്ള അവസ്ഥയിൽ, അവൻ്റെ തിന്മയുടെ അവസ്ഥയിൽ അവൻ ഒരു നികൃഷ്ട ജീവിയാണ്. ഹല്ലേലൂയ. പക്ഷേ അവൻ രൂപാന്തരപ്പെട്ട് ഈശോയെ പോലെ ആയാൽ അവൻ എന്ത് സംഭവിക്കും? അവൻ മഹത്വം സംഭവിക്കും. ഈ മഹത്വപ്പെടുന്നത് വരെ അവൻ എന്താണുള്ളത്? ഒരു നികൃഷ്ടമായ അവസ്ഥയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് ഏതവസ്ഥയാണ്? അതെന്താ പറയാൻ അത്ര പേടി? ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ആരെങ്കിലും നോക്കി നികൃഷ്ടജീവി എന്ന് വിളിച്ചാൽ നമ്മൾ അതിൽ കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. സത്യമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ്? നമ്മൾ എല്ലാവരും പാപം ചെയ്യുകയും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ തിരുവചനം, എല്ലാവരും പാപം ചെയ്യുകയും ദൈവമഹത്വത്തിന് അയോഗ്യരാവുകയും ചെയ്തു. നിങ്ങൾക്കത് എഴുതി വയ്ക്കാവുന്നതാണ്. ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെയും ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെയും രഹസ്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, വിശദീകരിക്കുമ്പോൾ പൗലോസ് ഒരു അടിസ്ഥാന വാചകമായി എഴുതി വയ്ക്കുന്ന ഒരു വചനമാണ്: എല്ലാ മനുഷ്യരും പാപം ചെയ്യുകയും എല്ലാ മനുഷ്യരും ദൈവമഹത്വത്തിന് അയോഗ്യരാവുകയും ചെയ്തു എന്നത്. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം: ഈശോയേ, ഈശോയേ. നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷ ആ വചനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:23 വായിക്കാം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: പാപം ചെയ്ത മനുഷ്യന് എന്താണ് നഷ്ടപ്പെട്ടത്? അതാണ് കറക്റ്റ്. കൈയടിച്ച് നന്ദി പറയാം. നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. പാപം ചെയ്ത മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ്? ഒന്നുകൂടെ പറഞ്ഞേ. ദൈവമഹത്വം. പാപം ചെയ്ത മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവമഹത്വമാണ്. അങ്ങനെയെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന മനുഷ്യന് എന്ത് കിട്ടും? എന്ത് കിട്ടും? നഷ്ടപ്പെട്ട ഈ മഹത്വം തിരികെ കിട്ടും. അപ്പോൾ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. അച്ഛനൊരു ദൈവശാസ്ത്രമാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. അതായത്, പാപം ചെയ്ത മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവമഹത്വമാണെങ്കിൽ, ആ പാപം ചെയ്യാതിരിക്കുന്ന മനുഷ്യനും ആ പാപത്തിന് പരിഹാരം ചെയ്യുന്ന മനുഷ്യനും എന്ത് കിട്ടും? ദൈവമഹത്വം തിരികെ കിട്ടും. അപ്പോൾ നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? നമ്മൾ പാപത്തിന് പരിഹാരം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പക്ഷേ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കപ്പാസിറ്റി ഹല്ലേലൂയ, പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഉണ്ടോ? നമ്മൾ തന്നെ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ പറ്റുമോ? അത് തന്നെ. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി ജാമ്യം നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാൻ ആര് വേണം? ജയിലിൽ കിടക്കാത്തൊരാൾ വേണം. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി.
അപ്പോൾ ഈ ദൈവമഹത്വത്തിന് അയോഗ്യരാകാത്ത ഒരാൾ വേണം. അതാണ് മനുഷ്യാവതാരത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പാപം ചെയ്യാത്തൊരു മനുഷ്യൻ വേണം. അത് ഓപ്ഷനല്ല, ഓപ്ഷൻ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ മനുഷ്യന് മഹത്വം തിരികെ കൊടുക്കണം. ദൈവത്തിന് ആഗ്രഹമുണ്ട് മക്കൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ കൊടുക്കണം. ആര് തിരികെ കൊടുക്കും? പാപമില്ലാത്തൊരു മനുഷ്യൻ വേണം. അതാണ് റോമ 3:24 വായിച്ചോ. അവർ എന്ന് പറഞ്ഞാൽ ആര്? ഈ പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായ മനുഷ്യൻ, എല്ലാ മനുഷ്യരും. അതാണ് ഈ അവർ വായിച്ചേ. അവിടത്തെ കൃപയാൽ. കൃപ എന്ന് പറയുന്നൊരു കാര്യം ഇന്ന് നമുക്ക് കുറച്ച് പേരുള്ളൂ. ഉള്ളവർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ തീഷ്ണതയുള്ളവർ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാരണം പലരും ചിന്തിച്ചിട്ടുണ്ടാകും, നാളെ പെസഹ വ്യാഴാഴ്ചയാണ്, പള്ളിയിൽ പോകണം. ദുഃഖ വെള്ളിയാഴ്ചയാണ്, കാലത്ത് ഇടവക പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞ് 10 മണിക്ക് ഇവിടെ വന്ന് കുരിശിൻ്റെ വഴിയിലും ശയന പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബുധനാഴ്ച, വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ ബുധനാഴ്ച ആയതറിയാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലർ എത്തിയിട്ടില്ല. അപ്പോൾ അത് കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കൃപയാൽ. എന്തിനാൽ? കൃപയാൽ നമുക്ക് രക്ഷ കിട്ടുന്നത് എങ്ങനെയാണ്? കൃപയാൽ. അതായത് നമ്മുടെ യോഗ്യത കൂടാതെ ദൈവം തൻ്റെ കാരുണ്യത്താൽ മനുഷ്യന് വെച്ച് വിളമ്പുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് നമ്മുടെ ഡൊമിനിക് അച്ഛൻ്റെ കൺവെൻഷനൊക്കെ ഉള്ള പേരെന്താണ്? കൃപാഭിഷേകം എന്നാണ്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ബ്രദർ സാബു ആറുതൊട്ടി ബ്രദറിൻ്റെ കൺവെൻഷൻ നടത്തുമ്പോൾ ബ്രദറിൻ്റെ പേരിടുന്നത് കൃപാഗ്നി എന്ന് പറഞ്ഞാണ്. ഹല്ലേലൂയ. അപ്പോൾ കൃപയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്താണ്? കൃപയാണ്. അത് സൗജന്യദാനമാണ്. എങ്ങനെയാണ് ഈ സൗജന്യദാനം നമുക്ക് തന്നത്? ഈ സൗജന്യദാനം, രക്ഷ എന്ന് പറയുന്ന സൗജന്യദാനം വെറുതെ എടുത്ത് തന്നതല്ല, വില കൊടുത്ത് പിതാവായ ദൈവം വില കൊടുത്ത് നമുക്ക് നൽകിയതാണ് കൃപ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. തുടർന്ന് വായിച്ച്, അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപ കിട്ടുന്ന, നമുക്ക് മഹത്വം കിട്ടുന്ന, നമുക്ക് വീണ്ടും സ്വർഗം ലഭിക്കുന്ന, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം വീണ്ടും ലഭിക്കുന്നത് ഒരേ ഒരാൾ വഴിയാണ്. അയാളുടെ പേരാണ് യേശു ക്രിസ്തു. നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട ആളായിക്കൊള്ളട്ടെ, ഏത് ദേശത്തോ ഏത് വർണ്ണത്തിലോ ഏത് വർഗത്തിലോ പെട്ട ആളായിക്കൊള്ളട്ടെ, ഏത് പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ, നീ ഒരു മനുഷ്യനാണെങ്കിൽ, നീ ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നീതീകരണം സംഭവിച്ചിരിക്കുന്നു. വളരെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എഴുന്നേറ്റ് നിന്ന് ചൊല്ലാവുന്നതാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങേ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സൗജന്യമായി കിട്ടിയതെന്താണ്? കൃപ. ആ കൃപയിലൂടെ നമുക്ക് എന്താണ് കിട്ടിയത്? ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ചത് വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ജസ്റ്റിഫൈഡ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. നമുക്ക് സൗജന്യമായി എന്ത് കിട്ടി? നീതീകരണം കിട്ടി. കഴിഞ്ഞ വർഷം അച്ഛൻ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഫലമായി മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയ്ക്ക് നൽകുന്ന 9 വിവാഹ സമ്മാനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നീതീകരണമെന്നും എന്താണ് വിശുദ്ധീകരണമെന്നും സാങ്ക്ടിഫിക്കേഷൻ എന്താണെന്നും ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നും റിഡംഷൻ എന്താണെന്നും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ സാധിക്കുകയാണെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ശയനപ്രദക്ഷിണം 12 മണിക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് വീണ്ടും പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നീതീകരണം ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പാപങ്ങൾക്ക് ഇനി നമ്മുടെ മേൽ ഒരു ക്ലെയിമില്ല. അതാണ് നീതീകരണം. ഞാൻ തെറ്റ് ചെയ്തവനാണെങ്കിലും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടി വേറൊരാൾ അതിന് പരിഹാരം ചെയ്തു. അങ്ങനെ ഇനി ആ തെറ്റ് പറഞ്ഞുകൊണ്ട് എന്നെ ആരും പീഡിപ്പിക്കുകയില്ല. ഞാൻ ഒരാൾക്ക് ഒരു 50,000 രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ 50,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിവില്ലാതിരുന്നു. അത് കൊടുക്കാത്തിടത്തോളം കാലം ഞാൻ ആരാണ്? ഞാനൊരു പ്രതിയാണ്, അല്ലേ? കൊടുക്കാൻ വിധിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. ഏത് നിമിഷം വേണമെങ്കിൽ അറ്റാച്ച്മെന്റ് വരാം, റവന്യൂ റിക്കവറി വരാം. കൊടുക്കാൻ വിധിച്ചതാണ്, കൊടുത്തിട്ടില്ല, കൊടുക്കാൻ എനിക്ക് കഴിവില്ല. അപ്പൊ എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്തോളാം ആ കാശെന്ന് പറഞ്ഞു. കാശ് കൊടുത്തു. അപ്പൊ ഞാൻ ആരായി? ഫ്രീ ആയി എന്ന് വിചാരിച്ച് എനിക്ക് മഹത്വീകരണം കിട്ടിയോ? ഇല്ല. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അതൊക്കെ പിന്നെ പറയാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഞാനൊരു കുറ്റവാളിയാണെങ്കിലും ആ കുറ്റത്തിന് ഇനി എൻ്റെ മേലൊരു ക്ലെയിം ഇല്ല. അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതിനെയാണ് നീതീകരണം, ജസ്റ്റിഫൈഡ് എന്ന് പറയുന്നത്. വീണ്ടെടുപ്പ്, ജസ്റ്റിഫൈഡ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വേറെ ഒരു കാര്യമാണ്. അത് അച്ഛൻ വെള്ളിയാഴ്ച പറയാം. എന്തായാലും കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. അടുത്തത് വായിച്ച് 25. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ പാപങ്ങൾക്ക് ഈശോ എങ്ങനെയാണ് പരിഹാരം ചെയ്തത്? രക്തം കൊണ്ടുള്ള പരിഹാരത്തിന് എന്താണ് വില? നമ്മൾ നേരത്തെ പറഞ്ഞു, കാശ്
കാശാണ്, ഞാൻ 50,000 രൂപയാണ് വേറൊരാൾക്ക് ഞാൻ നഷ്ടമുണ്ടാക്കിയത്, അതിന് പകരം ഞാൻ എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം. ഓക്കെ, ഞാൻ നഷ്ടപ്പെടുത്തിയത് ജീവനാണെങ്കിലോ? കാശ് നഷ്ടപ്പെടുത്തിയതിന് നിനക്ക് കാശ് കൊടുക്കാം. നീ ജീവനാണ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ എന്തു കൊടുത്ത് നിനക്ക് പരിഹാരം ചെയ്യും? രക്തം ഈസ് ഈക്വൽ ടു ലൈഫ്. രക്തം കൊണ്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുത്തുള്ള പരിഹാരം. നീ ജീവൻ നഷ്ടപ്പെടുത്തിയതിന് പരിഹാരമായി ജീവൻ കൊടുത്തുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ പാപപരിഹാരം ചെയ്തു. അതാണ് കുരിശ് മരണത്തിൻ്റെ അർത്ഥം. ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ദൈവം സർവശക്തനല്ലേ? അല്ലേ? മനുഷ്യൻ രക്ഷ പ്രാപിക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞാൽ പോരെ? അല്ലേ? പോരെ? ഈ പാട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മനുഷ്യൻ രക്ഷ പ്രാപിക്കട്ടെ, ഭൂമി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി, സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, രാത്രിയുണ്ടായി, പകലുണ്ടായി, സമുദ്രമുണ്ടായി, പർവ്വതമുണ്ടായി, കാടുമേടുകളുണ്ടായി, പക്ഷിമൃഗാദികളുണ്ടായി, വൃക്ഷലതാദികളുണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയവൻ രക്ഷ പ്രാപിക്കട്ടെ എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് രക്ഷ കൊടുക്കാൻ പറ്റില്ലേ? അല്ലേ? ചോദ്യം ശരിയല്ലേ? ചോദ്യം ശരിയാണ്. ഹല്ലേലൂയ. ഉറക്കെ വിളിച്ചേ, ഈശോയേ. ഈശോയേ. ആ ശരിയായിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? എല്ലാം വാക്കുകൊണ്ടുണ്ടാക്കിയവൻ രക്ഷ പ്രാപിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് രക്ഷ കൊടുക്കാൻ പറ്റില്ലേ? ചോദ്യം ശരിയാണ്. ഉത്തരം എന്താണ്? പറ്റില്ല എന്നതാണ് ഉത്തരം. അതാണ് ശരിയായ ഉത്തരം. കാരണം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് ജീവനാണ്. ജീവൻ നഷ്ടപ്പെടുത്തിയതിന് പകരമായി അവൻ എന്തു വേണം? ജീവൻ കൊടുക്കണം. ആർക്കാണ് ഇവൻ ജീവൻ കൊടുക്കാതിരുന്നത്? ദൈവത്തിന് തൻ്റെ തന്നെ ജീവൻ കൊടുക്കാതിരുന്നു എന്നതാണ് മനുഷ്യന്റെ അപരാധം. കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദവും ഔവയും പിതാവായ ദൈവത്തിന് കൊടുക്കാതിരുന്നത് എന്താണ്? തങ്ങളുടെ ജീവൻ കൊടുത്തില്ല, തങ്ങളുടെ ഹൃദയം കൊടുത്തില്ല, തങ്ങളെ തന്നെ ദൈവത്തിന് അവർ സമർപ്പിച്ചില്ല, ജീവൻ കൊടുത്തില്ല. ജീവൻ കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും സൃഷ്ടിക്കപ്പെട്ടവരുമായ മനുഷ്യൻ, വൺസ് അഗൈൻ ശ്രദ്ധിക്കുക, ജീവൻ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ആദവും ഹവ്വയും. ദൈവത്തിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അനുസരിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ ചരിക്കുക എന്നൊക്കെയാണ്. ദൈവത്തിന് ജീവൻ കൊടുക്കാതെ, ദൈവത്തിന് സ്നേഹം കൊടുക്കാതെ, ദൈവത്തിന് ഹൃദയം കൊടുക്കാതെ ഈ ലോകത്തിന്, പിശാചിന്, ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് തങ്ങൾക്ക് തന്നെ വേണ്ടി ജീവൻ കൊടുത്തു. അങ്ങനെ ദൈവത്തിന് കൊടുത്തില്ല എന്ന ആ പാപത്തിൻ്റെ പരിഹാരമായി ഇനി മറ്റൊരു മനുഷ്യൻ ദൈവത്തിന് തന്നെ തൻ്റെ രക്തം സമർപ്പിച്ച്, തൻ്റെ ശരീരം സമർപ്പിച്ച്, തൻ്റെ മനസ്സ് സമർപ്പിച്ച്, തൻ്റെ ആത്മാവ് സമർപ്പിച്ച് അവസാനം വരെ നിലകൊണ്ടുകൊണ്ടാണ് ആദ്യ പാപത്തിന് പരിഹാരം ചെയ്യേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് വന്ന പാപത്തിന് പ്രവൃത്തി കൊണ്ട് ഉള്ള പരിഹാരമാണ് ചെയ്യുന്നത്. ആദവും ഔവയും വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞപ്പോൾ വാക്കുകൊണ്ട് യെസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രവൃത്തി കൊണ്ട് അവർ യെസ് പറഞ്ഞില്ല. പ്രവൃത്തി കൊണ്ട് ചെയ്ത തിന്മയ്ക്ക് പ്രവൃത്തി കൊണ്ടുള്ള പരിഹാരം വേണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ ഇപ്പൊ ഇന്ന് അത്രയും മതി. നമുക്ക് വെള്ളിയാഴ്ച തുടരാം കേട്ടോ, അത് മനസ്സിൽ വെച്ചാക്കണേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ഇവൻ ഇങ്ങനെ എനിക്ക് വേണ്ടി രക്തം ചിന്തി എന്നത്, ആ രക്തം ചിന്തിയതിൻ്റെ അഭിഷേകം എന്നിലേക്ക് എങ്ങനെ എത്തും? ആർക്കത് കിട്ടും? ആർക്ക് കിട്ടും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മെഡിക്ലെയിം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്ലെയിം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും മെഡിക്ലെയിം കിട്ടും, ഇല്ലേ? നമ്മുടെ സംസ്ഥാനത്തെ ഒരു മെമ്പറായാൽ മതി നമ്മൾ. പക്ഷേ ഈ മെഡിക്ലെയിമിൽ നമ്മൾ പ്രത്യേകമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ആധാർ കാർഡൊക്കെ കൊണ്ടുപോയി, നമ്മളുടെ പാൻ കാർഡൊക്കെ കൊണ്ടുപോയി, പേരൊക്കെ കൊണ്ടുപോയി ഇത് കൊടുത്ത് മെഡിസെപ്പ് അല്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയി എടുക്കണം. എടുക്കാതെ കിട്ടില്ല. പക്ഷെ അത് ചെന്നാൽ അവിടെ ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. അച്ഛൻ അത് എടുത്തിട്ടില്ല, പക്ഷേ അത് ഉണ്ട്. പക്ഷേ അച്ഛൻ അത് എടുത്തിട്ടില്ല. അച്ഛൻ ആശുപത്രി കിടന്നാൽ കിട്ടുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഇതുപോലെ വിശ്വാസം വഴി ഈശോ തൻ്റെ കുരിശ് മരണം വഴി രക്ഷ, മനുഷ്യൻ്റെ നീതീകരണം സാധ്യമാക്കിയിട്ടുണ്ട്. അത് വിശ്വാസം വഴി. ആരൊക്കെയാണോ അവനിൽ വിശ്വാസമർപ്പിക്കുന്നത്, അവനുമായി ബന്ധപ്പെടുന്നത്, അവനുമായി ചേർന്ന് നിൽക്കുന്നത്, അവനോട് ഹൃദയമൊട്ടിച്ച് വെക്കുന്നത്, അവരിലേക്ക് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവരൊക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ. പ്രിയപ്പെട്ടവരെ, എല്ലാ പൗരന്മാർക്കും 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്, ഇല്ലേ? ഉണ്ടോ? വോട്ടർക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. പക്ഷേ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരൊന്ന് കൈവയ്ക്കുക. കണ്ട, അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ പോയി ആ അവകാശം രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് 18 വയസ്സായെന്ന് തെളിയിക്കുകയും നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്നും ഇവിടെ 6 മാസമായി താമസിക്കുന്ന ആളാണെന്നും തെളിയിച്ചാൽ മാത്രം മതി. 6 മാസമല്ല, 60 കൊല്ലമായിട്ട് ഇവിടെ കിടക്കുക. പക്ഷേ എന്തില്ല? വോട്ടില്ല. അപ്പോൾ സർക്കാരിന് ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ പോരെ, 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് വന്നാൽ മതി, ചെയ്തിട്ട് പോവാന്ന്? അങ്ങനെയല്ല നിയമങ്ങൾ. അതുകൊണ്ടാണ് ഇത് രക്ഷ നമുക്കെല്ലാവർക്കും അവൈലബിൾ ആണ്, സംലഭ്യമാണ്. പക്ഷേ വിശ്വാസം കൊണ്ട് നിന്റെ ഹൃദയം കൊണ്ടുപോയി അവിടെ പതിപ്പിച്ച് വെച്ചാലേ. നൗ യു ഗെറ്റ് ദ പോയിന്റ്. പോയിന്റ് കിട്ടുന്നുണ്ടോ? നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ ഹൃദയം പതിപ്പിച്ച് വെച്ചാലേ നമുക്ക് ആ രക്ഷ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് ഈ രക്ഷ കിട്ടാൻ കർത്താവ് പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യപ്രകാശം കിട്ടാൻ ഞാൻ ഈ ഭൂമിയിലെ ഒരാളാണെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല, വേണോ? അതങ്ങനെയല്ല, അത് കിട്ടിക്കോളും. നിങ്ങൾക്ക് വേണ്ടി നേരം വെളുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഷൻ കാർഡ് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണോ? വേണ്ട, നേരം വെളുത്തോളും. മഴ പെയ്താൽ മഴ കൊള്ളാൻ നിങ്ങൾക്ക് വല്ലതും രജിസ്റ്റർ ചെയ്യണോ? വേണ്ട. പക്ഷേ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശുമരണം വഴി സംലഭ്യമായിരിക്കുന്ന ഈ രക്ഷ അത് അമൂല്യമാണ്. അത് ഒരു കാരണവശാലും ഒരു മുത്തുപോലും പന്നിക്കിട്ട് കൊടുത്ത മുത്തായി മാറരുത്. ഒരു മുത്തുപോലും ചവിട്ടി അരയ്ക്കപ്പെടരുത്. അതുകൊണ്ട് ഹൃദയം ചേർത്ത് വയ്ക്കുന്നവളിലേക്ക് മാത്രം, അവനിലേക്കും അവളിലേക്കും മാത്രം അത് അഭിഷേകം. ഈശോയേ, ഈശോയേ, ഈശോയേ. ഈശോയേ. അങ്ങനെ ഹൃദയം ചേർത്ത് വയ്ക്കുന്നതിനുള്ള വഴികൾ സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട്ടിൽ കാര്യം പറയാം, ഈ പൂവൊക്കെ എല്ലാ ആഴ്ചയും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനും ടീച്ചറുമാണ്. ബെന്നി സാറും ബീന ടീച്ചറുമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു, ബെന്നി സാർ റിട്ടയർഡ് അധ്യാപകനാണ്,
അദ്ദേഹം നടന്നു പോയിരിക്കുകയാണ്. കുന്നോത്ത് നിന്ന് നടന്ന് മലയാറ്റൂർക്ക് ചെരുപ്പിടാതെ നടന്നു പോയിരിക്കുകയാണ്. റിട്ടയർഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 60 വയസ്സിന് അല്ലേ അടുത്തുണ്ടാവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നടന്ന് അവിടം വരെ പോയിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ കണ്ടു, കുരിശുമലയിലേക്ക് നടന്ന് രാത്രിയും പകലുമൊക്കെ ചെരുപ്പിടാതെ നടന്ന് കുരിശുമായിട്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കണ്ടത് 200 കിലോ ഉള്ളൊരു കുരിശുമായിട്ട് കുറേ യുവജനങ്ങൾ മല കയറുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നോയമ്പുകാലം തപസ്സുകാലം മുഴുവൻ ഒരു നേരം എടുത്ത് പ്രാർത്ഥിച്ചവരുണ്ട്. മാംസം വർജിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മത്സ്യം വർജിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. ആ അർത്ഥമെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയം എന്നിലല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്, ഈ ലോകത്തിലെ സുഖങ്ങളിലല്ല, വസ്തുക്കളിലല്ല, ഭക്ഷണങ്ങളിലല്ല, വ്യക്തികളിലല്ല ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ ഹൃദയം ഈശോയെ നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ശരീരത്തിലുള്ള അടയാളങ്ങളും ശരീരത്തിലുള്ള എക്സ്പ്രഷൻസുമാണ് ഈ പാപപരിഹാരവും പ്രാശ്ചിത്തവും എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അങ്ങനെ പരിഹാരം ചെയ്ത് പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അമ്മ ത്രേസ്യ വളരെ പ്രത്യേകമായി കർമ്മലീത്ത സഭ നവീകരിച്ചതെന്ന് അവൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യയുടെ തിരുനാളിൻ്റെ തലേദിവസവും അതുപോലെ വിധത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്നത്, ഉരുൾ നേർച്ച നടത്തുന്നത്. വരുന്ന വെള്ളിയാഴ്ച ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയട്ടെ. വരുന്ന വെള്ളിയാഴ്ച 10 മണിക്കുള്ള നമ്മുടെ ആഘോഷമായി ബലിപീഠത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഈശോയുടെ പാസ്കൽ രൂപം അച്ഛൻ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചത് അനുസരിച്ച് അച്ഛൻ അറിയാൻ കഴിഞ്ഞത് മലബാറിൽ ഇപ്രകാരമുള്ള ഒരു ഭക്തി ഉള്ള ഏക സ്ഥലം ആവിലയാണെന്നാണ്. ഇപ്രകാരമുള്ള ഒരു രൂപം കണ്ട് പ്രാർത്ഥിക്കാനും ആ രൂപം വണങ്ങി പ്രാർത്ഥിക്കാൻ ഈശോയുടെ പാസ്കൽ രൂപം, പീഡാസഹന രൂപം എന്നാണ് ആ രൂപം അറിയപ്പെടുന്നത്. അപ്പോൾ അത് വളരെ പ്രത്യേകമായി നമുക്ക് അതിനുള്ള ആ രൂപം ആഘോഷമായി വെഞ്ചരിച്ച് കഴിഞ്ഞ വർഷം തന്നെ ആയിരങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയതാണ്. ഈ വർഷവും അതിൽ കൂടുതൽ പേർ വന്ന് പങ്കെടുക്കുമെന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 10 മണിക്ക് ആഘോഷമായി ഇറക്കി പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പീഡാസഹന ധ്യാനം നടത്തി 12 മണിക്ക് നമ്മൾ ഉരുൾ നേർച്ച ശയന പ്രദക്ഷിണം നടത്തുന്നതായിരിക്കും. നമ്മുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പുകൾ ഒക്കെ ഒടിയാനും നമ്മളുടെ ഹൃദയം ഈ ലോകത്തോടുള്ള മമതയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടാനും നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പാപപരിഹാരം ചെയ്ത് കാൽവരി കുരിശേറുമ്പോഴും പിതാവിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്ന പുത്രൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുമൊക്കെയുള്ള ഒരവസരമായി നമുക്കതിനെ രൂപാന്തരപ്പെടുത്തണം. അതിനുള്ള അവസരമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. 26 റോമ 3:26. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കിടക്കുന്നുണ്ട്. ദൈവത്തിനെ തെളിയിക്കാനുള്ള ഒരു കാര്യം എന്താണ്? ദൈവത്തിനും നമ്മൾ പറയില്ലേ, ആണാണെങ്കിൽ തെളിയിക്കെന്ന് പറയില്ലേ? ദൈവത്തിനും തെളിയിക്കാനുള്ള ഒരു കാര്യമുണ്ടെന്ന് പൗലോസ് പറയുന്നു. എന്താണത്? താൻ നീതിമാനാണെന്ന്. ദൈവത്തിന് തെളിയിക്കേണ്ടിയിരിക്കുന്നു താൻ നീതിമാനാണെന്ന്, താൻ അന്യായം പ്രവർത്തിക്കുന്നവനല്ല എന്ന്, ജീവൻ സമർപ്പിക്കുന്നവർക്ക് വീണ്ടും ജീവൻ നൽകുന്നവനാണെന്നും,
ജീവൻ നൽകാത്തവർ, തനിക്ക് വേണ്ടി ജീവൻ നൽകാത്തവർ അത് വീണ്ടും നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും. അല്ലേ? കാശ് കൊടുക്കുന്നവർക്കാണ് എന്ത് കിട്ടുന്നത്? സ്വർണം കിട്ടുന്നത്. നിങ്ങൾ വിചാരിക്കുക, സ്വർണ്ണക്കടയിൽ ഒരാൾ വന്ന് ചോദിച്ചു, പവൻ എന്ത് വിലയാണ്? 50,000 രൂപ. അപ്പോൾ ഇയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയൊക്കെ കൊടുത്ത് ഒരു പവൻ ഒരു വള മേടിച്ചു. വേറൊരാൾ, അയാൾ അവിടെ നിന്ന് ഇത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ പവൻ ഇപ്പം ഇന്ന് എത്ര വില കൂടിയിട്ടുണ്ട്? അപ്പോൾ പറഞ്ഞു, പണിക്കാശില്ലാതെ തരാം, 50,000 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞു. ഒരു പവൻ അല്ല, 50,000 രൂപയ്ക്കല്ല. അടുത്ത ആൾ വന്നപ്പോൾ 25,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. വിചാരിക്കേ, അതിൽ വല്ല നീതിയുണ്ടോ? ഉണ്ടോ? മറ്റേയാൾക്ക് അപ്പം തന്നെ എന്ത് തോന്നും? ഈ ചേട്ടൻ നമ്മളെ, ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ തന്നെ വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ചേട്ടാ എന്താ വില എന്ന് ചോദിച്ചപ്പോൾ 10,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. നീതിയുണ്ടോ? ഇല്ല. സ്വർണത്തിൻ്റെ കാര്യം അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ കാര്യം എന്തായിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എപ്രകാരമാണ് ദൈവമഹത്വം നേടിയെടുത്തത്, ഉയർത്തെഴുന്നേറ്റത്? ജീവൻ കൊടുത്തുകൊണ്ടാണ്. ഈശോയെ അനുഗമിച്ച അപ്പോസ്തലന്മാരെങ്ങനെയാണ് ജീവൻ നേടിയെടുത്തത്? ജീവൻ കൊടുത്തുകൊണ്ടാണ്. രക്തസാക്ഷികൾ എങ്ങനെയാണ് ജീവൻ നേടിയത്? ജീവൻ കൊടുത്തുകൊണ്ടാണ്. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ജീവൻ നേടിയത്? ജീവൻ കൊടുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മൾ വിശ്വാസികൾ എങ്ങനെയാണ് ജീവൻ നേടേണ്ടത്? ജീവൻ കൊടുത്തുകൊണ്ടാണ്. നമ്മുടെ ഹൃദയം അവൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവൻ നേടേണ്ടത്. അങ്ങനെ തന്നെ അടുക്കലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്ന എല്ലാവർക്കും ജീവൻ നൽകുന്ന പിതാവ് ആരാണ്? നീതിമാനാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. പരിശുദ്ധ അമ്മയ്ക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. ഒരു വിലയാണ്. അപ്പോസ്തലന്മാർക്ക്, വിശുദ്ധന്മാർക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. രക്തസാക്ഷികൾക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. ഇന്ന് വിശ്വാസികളായ നമുക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. അവിശ്വാസികൾക്ക് ജീവൻ നേടാൻ ഒരു വഴിയുള്ളൂ. ദൈവമഹത്വം, പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയ ദൈവമഹത്വം നേടാൻ ഒരു വഴിയുള്ളൂ. ആ ഒരു വഴി എന്ന് പറയുന്നത് നീ നിന്റെ ജീവൻ ദൈവത്തിന് കൊടുക്കുക എന്നതാണ്. അമ്മ ത്രേസ്യ പറയും, നീ പൂർണ്ണമായിട്ട് കൊടുത്താൽ ദൈവം നിനക്ക് പൂർണ്ണമായി നൽകുമെന്ന്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ദൈവശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാന കല്ലുകളാണ് അച്ഛൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ഒരു വിചിന്തനമുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മൾ കർത്താവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ, പ്രത്യാശയിലൂടെ, സ്നേഹത്തിലൂടെ നമ്മൾ ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അഞ്ചാമതായിട്ട് പറയുകയാണ്, നമ്മൾ ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യം നൽകുക എന്ന പ്രവൃത്തിയിലൂടെ നമ്മൾ ഈശോയെ മുറുകെ പിടിക്കുകയാണ്. ആരാണ് ഈശോയെ പോലെ ആകുന്നത്? കണ്ണാടിയിൽ എന്നതുപോലെ ദൈവമഹത്വം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈശോയെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണിത് കാണേണ്ടത്? വിശ്വാസത്തിലൂടെ കാണുന്നു, പ്രത്യാശയിലൂടെ കാണുന്നു, സ്നേഹത്തിലൂടെ കാണുന്നു, പ്രാർത്ഥനയിലൂടെ കാണുന്നു. സാക്ഷ്യം നൽകുക എന്ന പ്രവൃത്തിയിലൂടെ നമ്മൾ കാണുന്നു. ബിഹോൾഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ബിഹോൾഡിങ് ദ ലോർഡ് ബൈ ഗിവിങ് വിറ്റ്നസിങ്. നീ ഒരാൾക്ക് സാക്ഷ്യം നൽകുമ്പോൾ നീ അയാളെ മുറുകെ പിടിക്കുകയാണ്. നീ ഒരാളെ വിശ്വസിക്കുമ്പോൾ നീ അയാളെ മുറുകെ പിടിക്കുകയാണ്. നീ ഒരാളെ സ്നേഹിക്കുമ്പോൾ നീ അയാളെ മുറുകെ പിടിക്കുകയാണ്. നീ ഒരാളിൽ ആശ്രയിക്കുമ്പോൾ നീ അയാളെ മുറുകെ പിടിക്കുകയാണ്. നീ ഒരാളുമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അയാളെ നീ മുറുകെ പിടിക്കുകയാണ്. നീ ഒരാൾക്ക് സാക്ഷ്യം നൽകുമ്പോൾ യു ആർ ബിഹോൾഡിങ് ദാറ്റ് പേഴ്സൺ. ത്രൂ കോൺസ്റ്റന്റ് ബിഹോൾഡിങ്, what occurs is a transformation.
തുടർച്ചയായി നീ ഒരാളെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് രൂപാന്തരീകരണം സംഭവിക്കും. അതുകൊണ്ട് മനസ്സിൽ വയ്ക്കുക, നീ സാക്ഷ്യം നൽകുന്ന ഒരാളായി തീരുന്നത് വരെ നിനക്ക് രൂപാന്തരീകരണം സംഭവിച്ചിട്ടില്ല. നിനക്ക് രൂപാന്തരീകരണം പൂർണ്ണമാകുന്നില്ല. വിശ്വസിക്കുന്നുണ്ട്, ശരിയാണ്. സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്. പ്രത്യാശിക്കുന്നുണ്ട്, ശരിയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നീ സാക്ഷ്യം നൽകുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എന്തിനെക്കുറിച്ച് സാക്ഷ്യം പറയും? അതുകൊണ്ടായിരിക്കാം ഒരു ചേച്ചി സാക്ഷ്യം എഴുതിയിട്ടില്ലേ, ബസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചപ്പോൾ ബസ് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തിനെ കുറിച്ച് സാക്ഷ്യം പറയും എന്നതുമായി ബന്ധപ്പെട്ട് ചില ടിപ്പുകൾ, ചില സഹായങ്ങൾ അച്ഛൻ നിങ്ങൾക്ക് ഇന്ന് നൽകാം. നമുക്കൊരു വചനം പറഞ്ഞ് അത് ആരംഭിക്കാം. യോഹന്നാന്റെ ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1 മുതൽ വായിക്കാം. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. യോഹന്നാൻ ശ്ലീഹ പറയാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, നിങ്ങൾ കണ്ണുകൊണ്ട് വല്ലവരെയും കണ്ടോ? ആരെ കണ്ടു? ഉയർത്തെഴുന്നേറ്റ് ഈശോയെ കണ്ടോ? എവിടെ കണ്ടു? ദിവ്യകാരുണ്യത്തിൽ കണ്ടു. കൈയടിച്ച് നന്ദി പറയാം. നിങ്ങൾ കാതുകൊണ്ട് ആരെയെങ്കിലും കേട്ടോ? കേട്ടു. വചനത്തിൽ നിങ്ങൾ ആരെയാണ് കേട്ടത്? ഉയർത്തെഴുന്നേറ്റ ഈശോയെ നിങ്ങൾ കേട്ടു. നിങ്ങൾ ആരെയെങ്കിലും തൊട്ടോ? തൊട്ടു. ആരെയാണ് തൊട്ടത്? ഉയർത്തെഴുന്നേറ്റ ഈശോയെ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത്, അനുഭവിച്ചത് നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈശോ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. 2-ാമതായി ഞങ്ങൾ അവനെ വ്യക്തിപരമായി അനുഭവിച്ചു. കൈയടിച്ച് നന്ദി പറയാം. ഈശോയെ പ്രിയപ്പെട്ടവരെ, എവിടെയോ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ നമ്മൾ അനുഭവിക്കുന്നത്? അല്ല. നമ്മൾ നേരത്തെ ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപം തുറന്നു വെച്ചിരുന്ന ഒരു സമയത്ത് എത്ര അച്ഛന് മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. പക്ഷെ നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് അതിന് ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വന്നു. അതായത് ഈശോയുടെ കാലിൽ തുമ്പിച്ച് കിടക്കുന്നതും ഈശോയുടെ രൂപത്തെ കെട്ടിപ്പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥനാ രീതി നമുക്കുണ്ട്. നമുക്കിപ്പോൾ അതിനുള്ള അവസരം, കൽക്കുരിശിൽ നമുക്ക് അതിനുള്ള അവസരമുണ്ട്. നമ്മൾ ഈ കുരിശിനെ കെട്ടിപ്പിടിച്ച്, കുരിശിനെ ചുംബിച്ച് നിൽക്കുമ്പോൾ, ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന, ഒരു ഭാര്യ ഭർത്താവിനെ പുണർന്നു നിൽക്കുന്ന ഒരു സ്നേഹത്തോടും വാത്സല്യത്തോടുകൂടെയാണ് നമ്മളത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന, ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു വാത്സല്യത്തോടു കൂടെയാണ് കുരിശിനെ നമ്മൾ ചുംബിച്ച് നിൽക്കുന്നത്. അതിലൂടെ, ആ കുരിശിലൂടെ ഒഴുകിയെത്തുന്നത് ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ കഥയാണ്. കുരിശിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുരിശിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ലാവണ്യമുള്ള ഒരു കഥയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ആ കഥ ഹൃദയ രക്തം കൊണ്ടെഴുതിയ കഥയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ 1-ാമതായി നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ, നിന്റെ ജീവിതത്തെ ഈശോ എങ്ങനെയാണ് മാറ്റിമറിച്ചതെന്ന് നീ പറയണം. ലിസൺ. നീ ഈശോയെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ ബുദ്ധിയിൽ നിന്നല്ല നീ സാക്ഷ്യം പറയുന്നത്, ഹൃദയം കൊണ്ട് നീ സാക്ഷ്യം പറയുകയാണ്. എൻ്റെ ജീവിതത്തെ എൻ്റെ ഈശോ എങ്ങനെയാണ് തൊട്ടതെന്ന് നീ പറയണം. ഈശോ നിന്റെ ഹൃദയത്തെ തൊട്ടത് നീ അറിഞ്ഞോ? നിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് നീ അറിഞ്ഞോ? എത്രയോ പേരാണ് ക്രിസ്ത്യാനികളായി, അതായത് പള്ളി പുസ്തകത്തിൽ പേരുള്ളവരും പേരില്ലാത്തവരുമായ ഈശോയെ അറിയുന്ന എത്രയോ പേരാണ് ഈശോ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്.
നമ്മുടെ ഈ ചുറ്റുപാടിൽ മാത്രം, നമ്മുടെ ഈ ഇപ്പോൾ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കൂടാരത്തിലും ഓൺലൈനിലുമൊക്കെ ആയിട്ട് ഈ ശബ്ദ പരിമിതിയിൽ നിൽക്കുന്ന എത്രയോ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അച്ഛൻ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, അച്ഛോ എൻ്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഈശോ അത്ഭുതകരമായൊരു ഇടപെടൽ നടത്തി. ഞാൻ ഈശോയെ അറിയാനിട വന്നു, ഞാനൊരു ധ്യാനത്തിന് പോകാനിട വന്നു. അതിനുശേഷമാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഞാൻ എല്ലാ ദിവസവും വചനം വായിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാത്രി സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന സമയം എന്നതുപോലെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായി വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും മദ്യപിച്ച് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ വഴക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു. ഈശോ അറിഞ്ഞു. നമ്മുടെ കരിസ്മാറ്റിക് സഹോദരന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ 25 വർഷമായി, 30 വർഷമായി. എന്താണ് അവരുദ്ദേശിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒരു അടിമുടി മാറ്റം. ഞാൻ ഈശോ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതിൻ്റെ ഒരു കഥയുണ്ട്. നീ കുഞ്ഞേ, നീ ആ കഥ പറയണം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. രണ്ടാമതായി, നിന്റെ അനുദിന ജീവിതത്തെ ഈശോ എങ്ങനെയാണ് നയിക്കുന്നതെന്ന് നീ പറയണം. അനുദിന ജീവിതത്തെ. ഇന്ന് അച്ഛനോട് ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ, കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിൽ പങ്കുചേരാൻ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യേണ്ട, 1 രൂപ എനിക്ക് മുടക്കില്ല. ഞാൻ ഇടനിലക്കാരനായി നിൽക്കുകയും എനിക്ക് പരിചയമുള്ള ഒരു ഫീൽഡാണ്. ആ പരിചയമുള്ള ഫീൽഡിൽ ഞാൻ ഒന്ന് 2 ഫോൺ വിളികളോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി, എനിക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും. അങ്ങനെ വലിയ ഒരു എമൗണ്ട് എനിക്ക് കമ്മീഷനായി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഒരു സന്ദേശം പറയണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 1 വർഷം ഏകദേശം 95 ലക്ഷം രൂപ, 1 വർഷം, അതായത് 1 കോടി രൂപ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഫോൺ ചെയ്ത് പരിചയപ്പെടുത്തി കൊടുത്താൽ കിട്ടാവുന്ന, 1 കോടിയൊന്നുമല്ല, അതിലും കൂടുതലാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഈ 1 കോടി രൂപ കിട്ടുന്ന ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു സാധ്യത വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? പോയി പള്ളിയിൽ പോയി അച്ഛനെ ഒരു 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് അച്ഛനോട് ചോദിക്കുക, ഈ 1 കോടി വേണോ വേണ്ടേ എന്ന്. ഉണ്ട് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ ഇങ്ങനെ ഒരു സന്ദേശം ചോദിച്ചു, പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് വേണ്ട എന്ന് വയ്ക്കാൻ പറഞ്ഞു. അതിന് മുന്നോട്ടിറങ്ങണ്ട എന്ന് പറയാൻ പറഞ്ഞു. ആ സഹോദരൻ പറഞ്ഞു, അത് ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോൾ വേണ്ട എന്ന് വയ്ക്കുന്നു. 1 വർഷം 1 കോടി രൂപ കിട്ടാമായിരുന്ന ഒരു കാര്യം കർത്താവിനോട് സന്ദേശം ചോദിച്ചു, അത് വേണ്ട, അതിൽ ഇടപെടണ്ട എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കാൻ കാണിക്കുന്ന ആർജവം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുദിന ജീവിതത്തെ എങ്ങനെയാണ് നയിക്കുന്നതെന്ന്, ഒരു സാമ്പത്തിക തകർച്ചയിലൂടെ ആയിരിക്കാം നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറിയത്. അച്ഛൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു മകന് 56 കോടി രൂപയുടെ കമ്പനി നഷ്ടപ്പെട്ടു. അവന് 35 വയസ്സുള്ള മകൻ. അവനൊരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടായിരുന്നു, ആ കമ്പനി നഷ്ടപ്പെട്ടു. അവൻ ജയിലിലായി, 3 മാസം ജയിലിൽ കിടന്നു, 30 കിലോ കുറഞ്ഞു. അങ്ങനെ പക്ഷേ മുറിയിൽ കാണാൻ വേണ്ടി വന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ലാഭമായി, കാരണം എനിക്ക് എൻ്റെ കമ്പനി നഷ്ടപ്പെട്ടു, അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ പോയി മൊത്തം പൊളിഞ്ഞ് പാളീസായി. ഇപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ സഹായത്താലാണ് ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
പക്ഷേ അവൻ പറയുകയാണ്, എനിക്ക് ജയിലിൽ വെച്ച് എൻ്റെ കർത്താവിനെ കിട്ടി. നിന്റെ അനുദിന ജീവിതത്തെ ദൈവം എങ്ങനെയാണ് എൻ്റെ ഒരു വിവാഹം, ഒരു മകള് പറഞ്ഞു, അച്ഛാ എൻ്റെ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച്, അവനാണ് ലോകമെന്ന്, അവനാണ് സർവമെന്ന്, അവനാണ് ജീവനെന്ന്, ജീവിതമെന്ന്, ശ്വാസത്തിൻ്റെ ശ്വാസമെന്ന്, ജീവൻ്റെ ജീവനെന്നൊക്കെ അവനാണെന്ന് പറഞ്ഞിരുന്ന ഒരു അന്ധതയുണ്ടായിരുന്നു എനിക്ക്. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഇറങ്ങിപ്പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ജീവിതത്തിൻ്റെ ദിശ കിട്ടിയതെന്ന്. നിന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് നിന്നെ നയിക്കുന്നതെന്ന് പോസിറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം നയിക്കുന്നതെന്ന് നീ പറയണം കുഞ്ഞേ. നിന്റെ ഭയങ്ങളെ കീഴടക്കാനുള്ള, സഹനങ്ങളെ കീഴടക്കാനും സഹനങ്ങൾ അഭിമുഖീകരിക്കാനും എങ്ങനെയാണ് ഈശോ നിനക്ക് ശക്തി തന്നതെന്ന്. എത്രയോ പേരാണ് കരഞ്ഞുകൊണ്ട് ഈ ആവിലയുടെ തിരുനടയിൽ ആ കണ്ണുനീര് മുഴുവൻ, ഇവിടെ തിരി കത്തിക്കുന്നത് എണ്ണയൊഴിച്ചല്ല, ഇവിടെ തിരി കത്തുമ്പോൾ ആ തിരിയുടെ കൂടെ കത്തുന്നത് എണ്ണയല്ല, കണ്ണിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീര് കൊണ്ട് കത്തിച്ചാണ് ഈ തിരുനടയിലെ തിരി കത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ആ തിരി കത്തുന്നത് എണ്ണ കൊണ്ടല്ല, ഹൃദയത്തിൽ നിന്നൊഴുകുന്ന വേദനയുടെ, പ്രാർത്ഥനകളുടെ രക്തം കൊണ്ടാണ്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിടുന്ന പ്രാർത്ഥനകൾക്ക് ഒരു ഹൃദയ രക്തത്തിൻ്റെ മണമുള്ളത്. ഹൃദയ രക്തത്തിൻ്റെ മണമുള്ള പ്രാർത്ഥനകളാണ്. ഈ തിരുനടയിൽ വന്നു നിന്ന് ചില കുഞ്ഞുങ്ങൾ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, ചോര ഈശോയേന്ന്. ചോര പൊടിഞ്ഞത് അവൻ്റെ ചങ്കിൽ നിന്ന് മാത്രമല്ല, അവൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചവൻ്റെയും പ്രാർത്ഥിച്ചവരുടെയും ചങ്കിൽ നിന്ന് പൊടിഞ്ഞ ചോരയുണ്ട്. ചോര ഈശോ എന്നത് അവന് മാത്രം ചേരുന്ന പേരല്ല, അവൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ പലരുടെയും പേര് ചോര ഈശോ എന്ന് തന്നെയാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. ഈശോയുടെ കുരിശിന്റെ വഴിയിൽ അനുസ്മരിക്കപ്പെടുന്നത് ഈശോ ചുമന്ന കുരിശുകൾ മാത്രമല്ല, അവനോടുകൂടെ, അവന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചുമന്ന കുരിശുകളുടെ കൂടെ യാത്രയാണ് കുരിശിന്റെ വഴിയെന്നോർക്കണം. ആ കുരിശിന്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളുമ്പോഴും പൊള്ളാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇത് അവൻ്റെ മാത്രം കുരിശിന്റെ വഴിയല്ല, ഇതെൻ്റെ ജീവിത വഴി കൂടെയാണ്. അതുകൊണ്ടാണ് അവന് വേണ്ടി കുരിശെടുത്ത് നടക്കുമ്പോൾ എൻ്റെ കരങ്ങൾ തളരാത്തതും എൻ്റെ കാല് പൊള്ളാത്തതും. കാരണം ഇത് എൻ്റെ ജീവിതയാത്രയാണ്, ഇതെൻ്റെ രക്ഷയുടെ വഴിയാണ്, ഇതെൻ്റെ മഹത്വത്തിൻ്റെ വഴിയാണ്, ഇതെൻ്റെ ജീവൻ്റെ വഴിയാണ്. ഇത് അവൻ്റെയും അവളുടെയും വല്ലവൻ്റെയും വഴിയായതുകൊണ്ടല്ല, ഇതെൻ്റെ രക്ഷയുടെ വഴിയായതുകൊണ്ടാണ് ആ കുരിശിൻ്റെ വഴിയിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ മുട്ടുകൾക്ക് ഭാരം തോന്നാത്തത്. മുട്ടയിൽ വലിഞ്ഞ് മുറിയിലെത്തിയപ്പോഴേക്കും കാല് പൊട്ടിയൊലിച്ച് ഉടുത്തിരിക്കുന്ന ഡ്രസ്സിന്റെ പുറത്തേക്ക് രക്തം പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, കാല് പൊട്ടിയിട്ടുണ്ടല്ലോ, ചോര വരുന്നുണ്ടല്ലോ, എന്തു പറ്റി? മുട്ടയിൽ വലിഞ്ഞാണ്. 3 പ്രാവശ്യം മുട്ടയിൽ വലിഞ്ഞ. വേദന എടുക്കുന്നില്ലേ? വേദനയൊന്നും എടുക്കുന്നില്ല. കാരണം എന്താണ്? പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കടന്നു പോകുന്നത് എൻ്റെ രക്ഷയുടെ, എൻ്റെ പാപപരിഹാരങ്ങളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ കുരിശ് യാത്രയിലൂടെയാണെന്ന്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതായത് നിന്റെ ഭയങ്ങളെ കീഴടക്കാനുള്ള ധൈര്യം ഈശോ എങ്ങനെയാണ് നിനക്ക് തന്നതെന്ന് നീ അവരനോട് പറയണം. നിന്റെ സഹനങ്ങളെ അഭിമുഖീകരിക്കാൻ. നിന്റെ കുഞ്ഞു മരിച്ചു, നിന്റെ അപ്പം മരിച്ചു, നിന്റെ അമ്മ മരിച്ചു, നിന്റെ സഹോദരൻ മരിച്ചു, നിന്റെ ഭാര്യ മരിച്ചു, നിന്റെ സഹോദരി മരിച്ചു. നിന്റെ ജീവിതത്തിലെ ഈ സഹനങ്ങളെ, മരണമാണല്ലോ, നിന്റെ മരണത്തെക്കാൾ ശക്തമായിട്ടുള്ളത് പ്രേമമാണ്. അപ്പോൾ ഈ മരണത്തിന്റെ സഹനങ്ങളെ അഭിമുഖീകരിക്കാൻ നിനക്ക് ശക്തി കിട്ടിയത് പ്രേമം കൊണ്ടാണ്.
എങ്ങനെയാണ് ഈശോ തൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ ശക്തിപ്പെടുത്തിയതെന്ന്. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ ചില തകർച്ചകളുണ്ടായി. ആ തകർച്ചകളെ അതിജീവിക്കാൻ ഈശോ എങ്ങനെയാണ് നിനക്ക് ശക്തി തന്നതെന്ന് കുഞ്ഞെ നീ പറയണം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഈശോയേ, നിന്റെ പാപകരമായ ജീവിതത്തെ ഈശോ എങ്ങനെയാണ് ഒരു പുതിയ ജീവിതമാക്കി മാറ്റിയതെന്ന് നീ പറയണം. എന്താണ് പാപം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവിടുത്തെ സ്നേഹിക്കാത്തതാണ് പാപം. നിന്റെ ആ പാപകരമായ അവസ്ഥയിൽ നിന്ന് ആത്മാവിൽ മാന്യം കൂടാതെ തീഷ്ണതയിൽ ജ്വലിക്കുന്ന ഒരാളായി ഈശോയുടെ ആരാധന നടത്താൻ നിനക്കെങ്ങനെയാണ് ഇന്ന് കഴിയുന്നതെന്ന് നീ അപരനോട് പറയണം. പറയുമ്പോ ചില ആളുകൾ പറയാറുണ്ട്, അച്ഛൻ ഞങ്ങൾ പറയുന്നുണ്ടച്ചോ, ആരും കേൾക്കുന്നില്ല. പലരോടും ആരും വിളിച്ചില്ലേ, പലരെയും വിളിച്ചാണച്ചോ, ആരും വരുന്നില്ല. ഡോണ്ട് വറി. നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതവർ മനസ്സിലാക്കണമെന്ന് ഒരു വാശിയും പിടിക്കണ്ട. ഈശോ കുരിശിൽ കിടന്നൊരു പ്രസംഗം നടത്തി. എന്താണ് പ്രസംഗം? ക്ഷമയുടെ പ്രസംഗം നടത്തി. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. അതൊരു പ്രസംഗമാണ്, അതൊരു പ്രാർത്ഥനയാണ്, ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം കേട്ടിട്ട് വല്ലവരും മാനസാന്തരപ്പെട്ടോ? ഈ കേട്ടവർക്ക് വല്ലതും മനസ്സിലായോ? ഈശോ പറഞ്ഞിട്ട് പോലും മനസ്സിലാവാത്ത ആൾക്കാരാണ്. അപ്പൊ ഈശോ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടൊന്ന് നോക്കി, ഇവന് വല്ല മാനസാന്തരം വരുന്നുണ്ടോ അത്. അവൻ കേട്ട മൈൻഡ് വെക്കുന്നില്ല. ഈശോ ഇവിടെ ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവൻ ചെയ്യുന്നത് എന്തെന്ന് അറിഞ്ഞുകൂടാ, അവനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കൂലേ ഇപ്പം എങ്ങനെയുണ്ടെന്ന്. അവനത് പ്രാർത്ഥിച്ചതുപോലും അറിഞ്ഞിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കണം. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണവും കിട്ടിയോന്ന്. അല്ലേ? ചോദിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡ്യൂട്ടി എന്താണ്? പ്രാർത്ഥിക്കുക എന്നതാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്? പറയുക എന്നതാണ്. മനസ്സിലാകണമെന്ന് നിർബന്ധം പിടിക്കണ്ട. അച്ഛനെ ഇവിടെ ഇരിക്കണമെന്നേ നിർബന്ധമുള്ളൂ. നിങ്ങൾ ഇവിടെ പ്രസംഗം നടക്കുമ്പോൾ എഴുന്നേറ്റ് പോകരുതെന്നേ നിർബന്ധമുള്ളൂ. ഉറങ്ങരുതെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇരുന്ന് ഉറങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എഴുന്നേറ്റ് പോകുമ്പോൾ അത് വേറെയുള്ളവർക്ക് എഴുന്നേറ്റ് അങ്ങനെ ഒരു നിർബന്ധം അച്ഛൻ ഒരു കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്ന ഇഷ്ടമല്ല. എങ്കിലും നിങ്ങൾ ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ അത് വേറൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് മാത്രമാണ് എഴുന്നേറ്റ് പോകരുതെന്ന് പറയുന്നത്. നിങ്ങൾ വെള്ളം കുടിക്കാൻ പോയിന്നോ എന്ന് വിചാരിച്ചപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാകണമെന്ന് നിർബന്ധം പിടിക്കണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, പരിശുദ്ധാത്മാവ് അത് ചെയ്തു കൊള്ളും. വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ വിതച്ചതിന് ശേഷം അവിടെ പിറ്റേ ദിവസം വന്ന് ഇങ്ങനെ വടിയൊക്കെ കുത്തി താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുകയാണ്. ഇനി വിതച്ചതിൻ്റെ അടുത്ത സ്റ്റേജ് എന്താണ്? മുളക്കുക. വിതച്ചതിന് ശേഷം കർഷകന്റെ അടുത്ത റോൾ എന്താണ്? അതാണ് കള പറിക്കുക. ഈ എപ്പോൾ കള പറിക്കും? ആദ്യം ഇത് പൊന്തി വന്നിട്ട് വേണ്ടേ കള പറിക്കും? വിത്ത് പൊന്തി വന്നിട്ട് വേണ്ടേ? അപ്പൊ പിറ്റേ ദിവസം തുടങ്ങി ഇവൻ പൊന്തി വാ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? വിതച്ചതിന് ശേഷം കുഞ്ഞെ നീ കാത്തിരിക്കുക. നീ 10 ആളോട് പറയുക, പിറ്റേ ദിവസം വേറെ 10 ആളോട് പറയുക, അതിന്റെ പിറ്റേ ദിവസം ആദ്യം പറഞ്ഞവരോട് വീണ്ടും പറയുക. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സഭയുണ്ടായത്. നിങ്ങൾ വിചാരിക്കരുത് ഒരു ദിവസം കൊണ്ട് തന്നെ 12 അപ്പോസ്തലന്മാരുടെ ഇങ്ങനെ ആളുകളെ കൂട്ടി കൊണ്ടുവന്നു വന്ന്. ഓരോരുത്തർ അച്ഛൻ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ മാസം അച്ഛൻ ഒറീസയിലായിരുന്നല്ലോ. പല ഗ്രാമങ്ങളിലെയും കഥ അങ്ങനെയാണ്. ഒരാൾ ക്രിസ്ത്യാനിയായി, അയാൾ അടുത്ത ആളെ കൂട്ടി 2 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 3-ാമത്തെ വീട്ടിലെ ആൾ വന്ന് ഇങ്ങനെ എത്തി നോക്കി, ഇവിടെ എന്താ ഒച്ച കേൾക്കുന്നതെന്ന്. 2-ാമത്തെ ദിവസം ഇങ്ങനെ എത്തി നോക്കാൻ വന്നപ്പോൾ അകത്തിരുന്നവർ പറഞ്ഞു, വേണമെങ്കിൽ വരാന്തയിൽ ഇരുന്നോളാൻ പറഞ്ഞു.
എന്നാൽ പാട്ടല്ലേ, വരാന്തയിൽ ഇരിക്കാൻ തുടങ്ങി. 3-ാം ദിവസം അയാളോട് വേണമെങ്കിൽ അകത്ത് കയറിയിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അയാളും കുടുംബവും 3-ാം ദിവസം അകത്ത് കയറിയിരുന്നു. അങ്ങനെ ഈ 3 പേര് ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ, ഇവർ ഭയങ്കര സന്തോഷമാണല്ലോ, ഇവരെന്താ സന്തോഷത്തിൻ്റെ കാരണം എന്നൊക്കെ അന്വേഷിച്ച് ഇവരെന്താ ഇങ്ങനെ പാട്ട് പാടാൻ, നമുക്ക് കുടിക്കാനും തിന്നാനൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉള്ളൂ, ഇവർക്ക് മാത്രം പാട്ട്, നമുക്ക് പാട്ടില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ കൂടി അങ്ങനെയാണ് ഈ സന്തോഷം കണ്ട് പ്രാർത്ഥന കേട്ട്, പ്രാർത്ഥന ഒരു ദിവസം കൊണ്ടൊന്നും അല്ല. നിങ്ങൾ കഴിഞ്ഞ മാസം യൂട്യൂബിൽ കണ്ട ആ വലിയ ജനക്കൂട്ടം ഒറീസയിലായിക്കൊള്ളട്ടെ, ലോകത്തിലെവിടെയും ആയിക്കൊള്ളട്ടെ, ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അനേകം വർഷങ്ങളുടെ, അനേകം ദശാബ്ദങ്ങളുടെ, അനേകം നൂറ്റാണ്ടുകളുടെ മിഷണറി തപസ്യ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കും, സ്വർഗത്തിൽ നിന്ന് കൃപ നിങ്ങളുടെ മേൽ വന്നിറങ്ങും, നിങ്ങൾ ഭൂമിയിലെങ്ങും സാക്ഷികളായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, 1 കൊരിന്ത്യസ് 12:3 ബൈബിൾ എടുക്കാം, വായിക്കാം. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യസ് 12:3 വലതുകരമുയർത്തി വീശിക്കൊണ്ട് പറയാം, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം പറയുന്ന വ്യക്തിയാണ് സാക്ഷി. ആരാണ് സാക്ഷി? ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യം ആര് പറയുന്നുവോ അവനാണ് സാക്ഷി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ 3 കാര്യങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് വായിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. ചൂടെടുക്കുന്നുണ്ടോ? ഇല്ലേ? ചൂടെടുക്കുന്നവർക്ക് കുറച്ച് തണുപ്പ് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുറച്ച് തണുപ്പായില്ലേ? ഉള്ളത് ഓഫായി പോയോ? വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? അച്ഛൻ ഇപ്പോൾ വേറെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൻ്റെ തുടർച്ച പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞില്ല. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഉണ്ടാകാതിരുന്നവർക്ക് വേണ്ടി അത് മനസ്സിലിരിക്കട്ടെ. നമ്മൾ ഈശോയെക്കുറിച്ച് സാക്ഷ്യം നൽകണമെന്ന് ഈശോ അതിയായി ആഗ്രഹിക്കുന്നു. ദ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ്മെൻ്റ് ഉണ്ട്. വലിയ കൽപ്പനകളുടെ ലംഘനമാണ് പാപം. ദ ഗ്രേറ്റ് കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ്മെൻ്റ് ഉണ്ട്. ഏതാണ് ആ കമാൻഡ്മെൻറ്റ്?
പറയുന്നവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്ന് പറയുന്നവർക്ക് അച്ഛൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഭാഗ്യത്തിന് 500 രൂപയല്ല, 200 രൂപയാണ്. അപ്പൊ അതുകൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ആ നിന്റെ ദൈവമായ കർത്താവിനെ, ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഓഫ് ജീസസ്, പുതിയ നിയമത്തിലാണ് എന്ന് സൂചിപ്പിക്കാം. ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. പരസ്പരം സ്നേഹിക്കുക, അല്ലേ? 200 രൂപ കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് യോഹന്നാനിലേക്ക് തിരിച്ചു വരാം. ഇത് അതിൻ്റെ അടിസ്ഥാന വചനമായതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം പറയട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് കോൾ. നിങ്ങളെപ്പോലെ തന്നെ 500 ആയാലും കുഴപ്പമില്ലായിരുന്നു. ഇനി പറയണ്ട, ഉള്ള പോയിന്റ് കളയണ്ട. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ഉം 19-ഉം തിരുവചനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ ഈശോ നൽകുന്ന ഒരു കമാൻഡ്മെന്റ് ഉണ്ട്. ഈശോ പറയുന്ന ഒരു അവസാനത്തെ കമാൻഡ്മെന്റാണ്. അതായത് സുവിശേഷത്തിൽ വായിച്ചോ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. 20 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്രോമിസാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉയർത്തെഴുന്നേറ്റ ഈശോ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ്, അത് ഈ ഭൂമിയിൽ നിന്ന് ഈശോ പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനത്തെ ഡയലോഗ് പറയുകയാണ്. എന്താണ്? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. എന്താണത്? കൽപ്പനയാണ്. സാക്ഷികളാകുവിൻ, എന്നെക്കുറിച്ച് പറയുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. എന്താണത്? കൽപ്പനയാണ്. ഈശോയ്ക്ക് അങ്ങനെ കൽപ്പന പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ടോ? ഇവിടെ മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ടെങ്കിലോ? ഹല്ലേലൂയ. നമ്മൾ ആരുടെയും മതം പരിവർത്തനം നമ്മൾ ചെയ്യുന്നില്ല, അവരല്ലേ പരിവർത്തനം ചെയ്യുന്നത്, അല്ലേ? ഞാനൊരു മതം സ്വീകരിക്കുന്നു, നിങ്ങളാണോ എന്നെ മാറ്റിയത്? ആണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ റോൾ എന്താണ്? പറയുക. അവരുടെ റോൾ എന്താണ്? കേൾക്കുക. പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? ഈ കേട്ട കാര്യത്തെ അവരുടെ ഉള്ളിൽ മുളപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ കൽപ്പന കേട്ട ഒരാളാണ് യോഹന്നാൻ. യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ അത് പറഞ്ഞാണ് എഴുതി തുടങ്ങുന്നത്. ഒന്ന് വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ ഈശോയെ കുറിച്ച് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്: യേശു വചനമാണ്. എന്താണ് വചനം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണ് വചനം. എന്താണ് വചനം? ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണ്. നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? അത് വചനമാണോ?
വചനമാകണം. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകളെ നിന്റെ വചനങ്ങളാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വിളിക്കാം ഈശോയേ. അപ്പോൾ പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക് ആരാണ്? ശ്രദ്ധിക്കണേ, പുതിയ ചിന്ത അച്ഛൻ നിങ്ങൾക്ക് തരാണ്. പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ശബ്ദം ആരാണ്? ഈശോയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം സംസാരിക്കുമ്പോഴാണ് ലോകമുണ്ടായത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ തിരുവചനം എന്താണത്? ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 107:20. അപ്പോൾ വചനമയച്ച് അവൻ ലോകത്തെ സൃഷ്ടിച്ചു. വചനമയച്ച് എന്ന് പറഞ്ഞു. ആരാണ് വചനം? തൻ്റെ പുത്രനാണ് വചനം. അവൻ്റെ സ്വരമാണ്, പിതാവിൻ്റെ സ്വരമാണ് പുത്രൻ. ഇത് പറയുന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. നമുക്ക് താഴത്തേക്ക് വരുമ്പോൾ ആ ഉദ്ദേശം കിട്ടും. അടുത്തത് വായിച്ച് 107-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവചനം പരിചയമുള്ള വചനഭാഗമാണ്. അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. സങ്കീർത്തന പുസ്തകമാണെന്നോർക്കുക, പഴയ നിയമമാണെന്നോർക്കുക. അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. മനുഷ്യനെ സുഖപ്പെടുത്താൻ വേണ്ടി പിതാവായ ദൈവം അയച്ച വചനത്തിൻ്റെ പേരെന്താണ്? ഈശോ എന്നാണ്. ഉറക്കെ വിളിക്കാം ഈശോയേ. അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. പുത്രനെ അയച്ച് അവരെ സുഖപ്പെടുത്തി. അടുത്തത് അതിൻ്റെ തൊട്ട് താഴെ, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എങ്ങനെ? പിതാവ് തൻ്റെ വചനമയച്ച് അവരെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. മനുഷ്യകുലം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വിനാശം ഏതാണ്? പാപമെന്ന് പറയുന്ന വിനാശം, മരണമെന്ന് പറയുന്ന വിനാശം. ആ വിനാശത്തിൽ നിന്ന് ദൈവം മനുഷ്യനെ വിടുവിച്ചത് വചനമയച്ചുകൊണ്ടാണ്. ആ വചനത്തിൻ്റെ പേരെന്താണ്? ഈശോ. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനമേശുവായിരുന്നു, ആ വചനമേശുവായിരുന്നു, ആ യേശു ദൈവമായിരുന്നു. ഉറക്കെ വിളിക്കാം ഈശോയേ. 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 ദൈവം ആളുകളോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. അതായത് ദൈവം, പിതാവായ ദൈവം ഈ ലോകത്തിലെ മനുഷ്യനോട് സംസാരിക്കുന്നത് ഈശോ എന്ന് പറയുന്ന ഈ പുത്രനിലൂടെയാണെന്ന്. അവർക്ക് വിളിക്കാം ഈശോയേ. ഈശോയേ. അബ്രാഹത്തെ വിളിച്ച ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, വാ എൻ്റെ പുറകെ വാ, ഞാൻ നിനക്ക് സന്തതികളെ തരാം. വചനമാണ്, ശബ്ദമാണ്. ആ ശബ്ദം ആരായിരുന്നു? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പിതാവായ ദൈവം പറഞ്ഞത് ഒരു ശബ്ദമാണ്, വചനമാണ്. ആ വചനമാരാണ്? നിന്റെ പുത്രനെ കൊണ്ടുവന്ന് മോറിയ മലമുകളിൽ കൊണ്ടുവന്ന് എനിക്ക് നീ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞത് ഒരു ശബ്ദമാണ്, ഒരു വചനമാണ്. ആ വചനത്തിൻ്റെ പേരെന്താണ്? അവനെ നീ കൊല്ലരുത്, കുഞ്ഞിൻ്റെ മേൽ കൈവയ്ക്കരുത്, ദൈവം പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മോശയെ വിളിക്കുന്ന ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറഞ്ഞു. വചനമാണ്, ശബ്ദമാണ്. ദൈവം മധുരം തുറന്ന് പറഞ്ഞു, ഞാനാകുന്നു. ആ ശബ്ദത്തിൻ്റെ പേരെന്താണ്? വചനമാണ്. ആ വചനത്തിൻ്റെ പേരെന്താണ്? ഈശോയാണ്. ദൈവം എപ്പോഴൊക്കെ വാ തുറന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ ഒരു ശബ്ദം അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, ആ ശബ്ദം മുഴുവൻ, അത് മുഴുവൻ വചനമാണ്. ആ വചനം മുഴുവൻ ഈശോയാണ്. യോഹന്നാൻ പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. അതിന് വേറെ അർത്ഥമുണ്ട്. വെറുതെ ഒരുമിച്ചായിരുന്നില്ല. ചില ആളുകൾ ഒരുമിച്ചാണ്, പക്ഷെ കൂടെയല്ല. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണെന്നേ, ഒരു വീട്ടിൽ ഒരുമിച്ചാണെന്നേ, പക്ഷെ അവരൊരു കൂടെയല്ല. ഒരാൾ തെക്കോട്ടും ഒരാൾ വടക്കോട്ടുമാണ്.
ഒരു കൂടെയാണ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആദത്തോട് ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? നീ എവിടെയാണെന്ന് ചോദിച്ചതൊരു ശബ്ദമാണ്, അത് വചനമാണ്. ആ ചോദ്യം ആരാണ്? ഈശോയാണ്. ആ ചോദ്യം നിങ്ങൾ അൾത്താരയിൽ അപ്പത്തിന്റെ രൂപത്തിൽ കാണുന്നുണ്ടോ? ഈ അപ്പത്തിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യം നീ എവിടെയാണെന്നാണ്. ആദം പറഞ്ഞു ഞാൻ നഗ്നനാണെന്ന്. ദൈവം വീണ്ടും ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവം മനുഷ്യനോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം. ആദത്തോട് ഹവ്വയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ അപ്പത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. കായേനോട് ദൈവം ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? ഇല്ലേ? ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വിഷമിച്ചിരിക്കുമ്പോ ആ ചോദ്യം നമ്മൾ വീണ്ടും അവിടെ കേൾക്കുന്നു. കാരണം അത് ദൈവത്തിന്റെ ശബ്ദമാണ്. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? കായേനോട് ദൈവം പറഞ്ഞു, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്, നീ ഉണർന്നെഴുന്നേറ്റ് അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ നശിപ്പിക്കും. നിന്റെ പാപം നിന്റെ പടിവാതിൽക്കൽ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ഒരു സിംഹം വിഴുങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടവരെ, പുലിയുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ 2 മണിക്ക് റബ്ബർ വെട്ടാൻ പോവോ? രണ്ട് മണിക്ക് പോയിട്ട് 12 മണിക്ക് ഉച്ചക്ക് പോവേല. നമ്മളെ വിഴുങ്ങാൻ ഒരു ശത്രു കാത്തിരിക്കുന്നുണ്ടെന്ന് പാപമെന്ന് പറയുന്ന ശത്രു പറഞ്ഞു വരുന്നത് അവനാണ്. ദൈവത്തിൻ്റെ പരമമായ സ്വയം വെളിപ്പെടുത്തലാണ് ഈശോ. അവൻ വചനമാണെന്ന് യോഹന്നാന്റെ സാക്ഷ്യമാണ്. അവൻ വചനമാണെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ വായിൽ നിന്ന് പ്രവാചകന്മാരിലൂടെ ഒക്കെ ഉയർന്നു വന്ന ശബ്ദങ്ങൾ ഓരോന്നും ഈശോയാണ്. 2, യേശു ദൈവമാണ്. അവൻ വായയിൽ നിന്ന് വന്ന ശബ്ദം മാത്രമല്ല, അവൻ തന്നെ ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വേറെ ആരാ ഉണ്ടായിരുന്നത്? ഉൽപ്പത്തി പുസ്തകം ഒന്നെടുത്ത് മറിച്ച്, ആദിയിൽ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ആരാണ്? ഹല്ലേലൂയ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1. അപ്പോൾ ഈ ആദിയിൽ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? അപ്പോൾ ഈശോ ആരാണ്? ദൈവം തന്നെയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, അവൻ ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ റിലേഷൻഷിപ്പ് എന്നാണ്. പിതാവും പുത്രനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നവരായിരുന്നില്ലെന്ന്. ചില വീടുകളിൽ അങ്ങനെയാണ്. അപ്പൻ തെക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പൻ ഈ ഗേറ്റിലൂടെ കയറി വരുന്നത് കാണുമ്പോൾ മകൾ പുറകിലൂടെ കയറി. അപ്പനും മകനും മാത്രം തമ്മിലല്ല, മകളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പം വീട്ടിൽ വരുമ്പോൾ മകൾ മുറി കയറി വാതിലടച്ചു. ഇനി അപ്പൻ നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമേ മകൾ വാതിൽ തുറക്കുകയുള്ളൂ. കൂടെയാണോ? ഒരുമിച്ചാണോ? അതെ, ഒരുമിച്ചാണ്. ഒരു വീട്ടിലാണ്, 2 മുറിയിലാണെന്നുള്ളൂ, കൂടെയല്ല. അപ്പൻ തിന്ന ചോറുപാത്രത്തിൽ നിന്ന് തന്നെയാണ്, അപ്പൻ ഏത് കലത്തിൽ നിന്നാണ് വിളമ്പിയെടുത്ത് കഴിച്ചത്, അതിൽ നിന്ന് തന്നെയാണ് മകളും കഴിച്ചത്. പക്ഷേ അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ മകളിന് അവളുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല. അവൾക്ക് അപ്പനെ കാണണ്ട, അവൾക്ക് അമ്മയെ കാണണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, വചനം ദൈവമായിരുന്നു. നസ്രത്തിലെ യേശു കുരിശു ചുമന്ന് കടന്നുപോയവൻ. നമ്മൾ ചോദിക്കും, ചില ആളുകൾ അത് ഒരു പ്രതിസന്ധിയാണ്. അവൻ സർവശക്തനാണ്. നമ്മൾ എന്താ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? സർവശക്തനായവൻ ഒരു കുരിശു ചുമന്നു കൊണ്ടുപോയപ്പോൾ മറിഞ്ഞു വീണതെങ്ങനെയാണ്? ആരാ മറിഞ്ഞു വീഴുന്നത്? ശക്തി കുറവുള്ളവനാണ് മറിഞ്ഞു വീഴുന്നത്. ഈശോ കുരിശും പിടിച്ചു പോയപ്പോൾ മറിഞ്ഞു വീണത് എന്തുകൊണ്ടാണ്? ബലഹീനനായത് കൊണ്ടാണെന്ന്. ഈ ബലഹീനനായവനെയാണോ, ഒരു കുരിശ് പോലും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റാത്തവനെയാണോ നമ്മൾ ദൈവമെന്ന് വിളിക്കേണ്ടത്? കുരിശ് ചുമക്കുന്നുണ്ടെങ്കിൽ നല്ല അന്തസ്സായിട്ട് ചുമക്കണം. അവിടെ ഇവിടെ വീഴാനൊന്നും പാടില്ല. പാടുണ്ടോ? അവൻ മറിഞ്ഞു വീണു എന്ന് പിന്നെ എന്തിനെഴുതി വച്ചിരിക്കുന്നു? മറിഞ്ഞു വീണവൻ എങ്ങനെയാണ് സർവശക്തനാകുന്നത്? കൊല്ലപ്പെടുന്നവൻ, ദൈവത്തിന് മരണമുണ്ടോ? പിന്നെ ഈ ഒരു തെരുവ് നായയെ പോലെ തെരുവിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകപ്പെടുകയും നഗ്നനാക്കപ്പെടുകയും ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും കാർക്കിച്ച് തുപ്പുകയും കർണത്തടിക്കുകയും ശിരസിൽ മുൾമുടി ചൂടി നിൽക്കുകയും ചെയ്യുന്ന അവൻ എങ്ങനെയാണ് ദൈവമാകുന്നത്, സർവശക്തനാകുന്നത്? വചനം ദൈവമായിരുന്നു. അവൻ എങ്ങനെയാണ് ദൈവമായിരുന്നതെന്ന് മനസ്സിലാക്കാൻ അവൻ്റെ കുരിശു മരണം മാത്രം കണ്ടാൽ പോരാ. അതിൻ്റെ പിമ്പുള്ളതും മുമ്പുള്ളതും കണ്ടാലേ അവൻ ദൈവമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ നസ്രത്തിൽ ഒരു കന്യകയുണ്ടായിരുന്നു, ആ കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ ദൂതൻ വന്നു എന്ന് പറഞ്ഞു തുടങ്ങാതെ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് പിറകെ പോയി എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ഈശോയുടെ സാന്നിധ്യം പറഞ്ഞുകൊണ്ടാണ് ഒടുവിൽ കുരിശിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ സാക്ഷികളാകുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ സാക്ഷികളാകുന്നത് നസ്രത്തിൽ പിറന്നവനിൽ നിന്ന് തുടങ്ങിയിട്ടല്ല. നമ്മൾ സാക്ഷികളാകുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നവനിൽ നിന്ന്. എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും എല്ലാം അവൻ പിതാവിനോട് കൂടെ ബന്ധത്തിലായിരുന്നവനാണെന്നും അവൻ വചനമായിരുന്നവനാണെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവൻ്റെ സാക്ഷികളായി, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി തീരാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ എന്തിനാണ് കുരിശിൻ്റെ വഴി നടത്തുന്നത്? നമ്മൾ എന്തിനാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്? അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളായി തീരാൻ വേണ്ടിയാണ്. ചില ആളുകളെങ്കിലും ഇവിടെയുള്ളവരായിരിക്കാം, ഇല്ലാത്തവരായിരിക്കാം. ചില ആളുകളെങ്കിലും ഉപവസിച്ച് 50 ദിവസം ഉപവസിച്ചതിന് ശേഷം മലയാറ്റൂര് കാൽനടയായി പോകുന്നതിന് മുമ്പ് തന്നെ കട്ടിലിൻ്റെ അടയിൽ നൊയമ്പ് വീടാനുള്ളത് സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകളുണ്ട്. അവരോടച്ഛന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിനി നൊയമ്പെടുക്കരുത് എന്നാണ്. അല്ല അച്ഛ, എടുക്കട്ടെ അച്ഛ, 50 ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവുമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷികളായി തീരാനുള്ളവരാണ്. അതുകൊണ്ട് വളരെ പ്രായോഗികമായൊരു തീരുമാനമെടുക്കണം. നമ്മൾ ഈ ഈസ്റ്ററിന് മദ്യപിക്കുകയില്ല. മദ്യം വിളമ്പിക്കൊണ്ടുള്ള ഒരു ഈസ്റ്റർ ആഘോഷം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. അതിന് ഞാൻ അനുവദിക്കുകയില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും എൻ്റെ പാപങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞ് ഉപവസിച്ച ഞാൻ ഈസ്റ്ററിൻ്റെ തലേ ദിവസം മുതൽ, അല്ലെങ്കിൽ നൊയമ്പ് വീടുന്ന അന്ന് മുതൽ
പാപത്തിൽ തന്നെ മരിച്ചവനായി തീരുന്ന ഒരു ദുർവിധി നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കാം.